നമ്മുടെ കർത്താവ് പറയുന്ന വാക്ക് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ദൈവരാജ്യ സുവിശേഷം കർത്താവായ യേശുവാണ് ഭൂമിയിൽ ആദ്യം പറയുന്നത്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. ആ യേശു കർത്താവ് തന്നെ പറയാണ്, ആകാശത്തിലെ പറവകളെ നോക്കി അവ വിതയ്ക്കുന്നില്ല, അവ കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. അവയേക്കാൾ എത്രയോ വിശേഷമുള്ളവരാണ് നിങ്ങൾ. അപ്പം നിങ്ങൾ എന്തിനാണ് കൂട്ടിവെക്കുന്നത്? നമുക്ക് കൂട്ടിവെക്കാൻ പറ്റുമോ? നമ്മളപ്പോൾ കർത്താവിനെ അനുസരിക്കുന്നവരാണോ? കർത്താവിൻ്റെ വാക്ക് കേട്ട് നമ്മൾ വിശ്വസിക്കുന്നവരാണോ? അപ്പോൾ നമ്മൾ വിശ്വാസമില്ലാത്തവരായില്ലേ? അപ്പോൾ അത് തെറ്റല്ലേ? ആ ദൈവരാജ്യ സുവിശേഷം നമ്മൾ മറ്റുള്ളവരോട് പറയുന്നുണ്ടെങ്കിൽ, ആ ദൈവരാജ്യ സുവിശേഷം നമ്മൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, എന്തുകൊണ്ട് കർത്താവ് പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മൾ മാറ്റിക്കളയുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ വാക്കല്ല നമ്മൾ കേൾക്കുന്നത്, നമ്മുടെ ഇഷ്ടമാണ് നമ്മൾ ചെയ്യുന്നത്. ഇനിയും വളരെ വിഷയങ്ങളുണ്ട്, തീർന്നിട്ടില്ല. നമുക്കൊന്നുകൂടെ വായിക്കാം. സ്തോത്രം. ലൂക്കോസ് സുവിശേഷം 12:16 മുതൽ 21 വരെ ഒന്ന് വായിക്കാം. ഒരു ഉപമയും അവരോട് പറഞ്ഞത്, ധനവാനായ ഒരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്ത് ചെയ്യേണ്ടു, എൻ്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത്, ഞാനിത് ചെയ്യും, എൻ്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയ പണിത് എൻ്റെ വിളവും വസ്തുവകകളും എല്ലാം അവയിൽ കൂട്ടിവയ്ക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്കേറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വച്ചിരിക്കുന്നു, ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. ദൈവമോ അവനോട്, മൂടാ. അപ്പൊ എന്ത് വിളിച്ചവനെ? മൂടാ. അപ്പൊ കർത്താവ് പറഞ്ഞത് കേൾക്കാതെ കൂട്ടിവെക്കുന്നവനോട്, ആ കൂട്ടിവെക്കുന്ന ആ വ്യക്തികളോട് കർത്താവ് വിളിക്കാൻ പോണത് എന്തായിരിക്കും? മൂടാ. ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാവും എന്ന് പറഞ്ഞു. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു. അപ്പൊ ഇവിടെ ആവശ്യം കർത്താവ് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് ദൈവവിഷയമായി സമ്പന്നനാകണം. അപ്പൊ ദൈവവിഷയമായി നമ്മൾ സമ്പന്നനാകുന്നില്ല. നമ്മൾ വെറുതെ ദൈവരാജ്യം പറയുകയാണ്. നമ്മൾ മറ്റുള്ളവരോട് ദൈവരാജ്യം പറയുന്നു, പക്ഷേ ദൈവരാജ്യ സുവിശേഷം നമ്മൾ അനുസരിക്കുന്നില്ല. ദൈവരാജ്യ സുവിശേഷത്തിൽ പ്രധാനപ്പെട്ട